ഉണ്ടാക്കാൻ കുറച്ച് കാലറി വേണം, കഴിക്കുമ്പോൾ കുറെ കാലറി കയറുകയും ചെയ്യും. എല്ലാവർക്കും ലിജോസ് ന്യൂ ബിഗിൻ വേൾഡിലേക്ക് സ്വാഗതം. എന്നാണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണോ? ഇന്ന് ഞങ്ങള് കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ. ഒരു സാധനം ഉണ്ടാക്കാൻ പഠിക്കാൻ പോകും. എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിയത്തില്ല. ഞാൻ ഒരു പൊറോട്ടയുടെ ഒരു വലിയ ഫാന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പഠിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ടിജോ. അപ്പോൾ പുള്ളിയാണ് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ പൊറോട്ട ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ടിജോ വേണ്ടത്? പൊറോട്ടയ്ക്ക് ആദ്യം വേണ്ടത് നമുക്ക് മൈദയാണ്. മൈദ 1.5 കിലോ മൈദ ഉണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു മൈദയാണ്, സ്റ്റാൻഡേർഡ് ഗ്രേഡ് ഫ്ലോർ. ഇതൊരു 1.5 കിലോ അല്ലേ? 1.5 കിലോ മൈദയ്ക്ക് നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഓക്കെ, 2 മുട്ട. പിന്നെ നമുക്ക് സാധാരണ നാട്ടിലൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചാണ് ഓരോരുത്തർ ചെയ്യുന്നത്. തട്ടുകട ഹോട്ടലിലൊക്കെ വെള്ളമാണ്, അവരാരും പാൽ ഉപയോഗിക്കാറില്ല. ഓക്കെ, നമ്മൾ കുറച്ച് സോഫ്റ്റ് ആകാനും വീട്ടിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള സാധനത്തിനാണ് നമ്മൾ പാല് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ഈ കപ്പിന് 2 കപ്പ് പാലും അതിനകത്ത് 1 കപ്പ് തന്നെ വെള്ളം, എക്സെപ്റ്റ് ടോട്ടൽ 3 കപ്പ് നമുക്ക് എടുക്കും. ഓക്കെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് പൗഡർ നാട്ടിലധികം ഹോട്ടലുകളൊക്കെ ഇടും. നമ്മുടെ ഇവിടുത്തെ ഈ തണുപ്പുള്ള രാജ്യത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇത് പൊങ്ങി വരാനൊക്കെ കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഈ സാധനം ഇപ്പോഴും നല്ലത്. പക്ഷേ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ. ഈ ഒരു 1.5 കിലോ മൈദ കൊണ്ട് നമുക്ക് ഏകദേശം എത്ര പൊറോട്ട ഉണ്ടാക്കാം? 1 കിലോയ്ക്ക് 25 പൊറോട്ടയാണ് നോർമലായിട്ടുള്ള ഒരു പൊറോട്ട. അപ്പോൾ ഒരു മീഡിയം സൈസ് പൊറോട്ട അതനുസരിച്ച് 1.5 കിലോയ്ക്ക് നമുക്ക് കിട്ടും. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഷുഗർ ഒരു 3 സ്പൂൺ ഷുഗർ. പിന്നെ ഉപ്പ് ആവശ്യത്തിനും ഒരു 3 സ്പൂണ് ഓയിൽ. സൺഫ്ലവർ ഓയിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഓയിൽ ഇല്ലെങ്കിൽ നെയ്യാണെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ ആദ്യം പഞ്ചസാര ഇടാൻ പോകണം. ഈ ഉരുളിക്കകത്താണ് നമ്മൾ മാവ് കുഴയ്ക്കാൻ പോകുന്നത്. നമുക്ക് പഞ്ചസാര എത്ര? 3 സ്പൂൺ അല്ലേ? 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. പാല് 2 കപ്പ് അല്ലേ? നമ്മൾ എടുത്തേക്കുന്ന കടയിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന പശുവും പാലാണ്. ഈ കപ്പ് നിറച്ച് 2 കപ്പ് പാല് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് വെള്ളവും കൂടെ എടുക്കാൻ പോകും. 1 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മളിതിലേക്ക് മിക്സ് ചെയ്യാൻ പോകാം. 3 ടീസ്പൂൺ ആട്ടോ. അതിനകത്തേക്ക് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ടയാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് പതപ്പിക്കണം. നമ്മളപ്പോൾ ഇതിൻ്റെ മിക്സ് നല്ലോണം പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. അപ്പം ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഒന്നും കൂടെ ഇളക്കുന്ന കൂടെ തന്നെ നമ്മൾ ഇതിനകത്ത് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാൻ പോകും. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സംഭവം. എല്ലാവരും സാധാരണ പൊടി എല്ലാവരും ഒന്നിച്ച് ഇട്ടിട്ട് ഇളക്കും. അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടാണ് പലപ്പോഴും പൊറോട്ട സോഫ്റ്റ് ആയിട്ട് വരാത്തത്. അത് വീട്ടിലുണ്ടാക്കുമ്പോൾ, ഇപ്പം ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവര് ചൂടോടെ തന്നെ അന്നേരം തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത്. നമ്മള് ഉണ്ടാക്കി വെച്ച് നമ്മള് ഇച്ചിരി കറിയൊക്കെ റെഡിയാക്കി കഴിക്കുന്നത്. അപ്പൊ സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പൊ അതൊക്കെ ഇട്ട് വേണം ഇത് മിക്സ് ചെയ്യാനൊക്കെ. ഫുള്ളിടാതെ കുറച്ച് ഇട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാവ് നല്ലോണം കുഴച്ചെടുക്കാം. മൈദമാവ് പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് പഞ്ഞി പോലെ. ഈ പൊടിയെല്ലാം മാവിലേക്ക് പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള
പരത്താം. ഒന്ന് സൈഡിലെ കുറച്ചും കൂടെ പൊടി പിടിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് മാവിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. ഇത് ഉണ്ടാക്കുന്ന സമയം നമുക്ക് ഈ ടേബിൾ നമ്മൾ ഉണ്ടാക്കുന്ന പരത്തുന്ന സാധനം ടേബിളൊക്കെ എപ്പോഴും നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ. ഓൾറെഡി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ പരിപാടി തുടങ്ങിയത്. കുറച്ച് പൊടി ഇടുക, മിക്സ് ചെയ്യുക. 2 കൈ യൂസ് ചെയ്ത് പിടിച്ച് 2 കൈ കൊണ്ട് യൂസ് ചെയ്ത് വേണം പിടിക്കാൻ. ഓക്കെ. ഇതിന് സ്റ്റൈൽ വല്ലതും ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന്? ഇതിങ്ങനെ അത് കുഴച്ച് വന്നിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വരുക. ഓക്കെ, അടിപൊളി. ഇത് ശരിക്കും ഒരു 30 പൊറോട്ട ഉണ്ടാക്കാൻ ഏകദേശം നമുക്ക് എത്ര സമയം വേണ്ടി വരും? ആദ്യം മുതൽ നമ്മുടെ ഫുൾ പ്രോസസ്സ് എത്ര? മാവ് എടുത്ത് വെക്കുക, സാധാ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചിലര് 3 മണിക്കൂർ വെക്കും, ചിലർ 2 മണിക്കൂർ വെക്കും. നമ്മുടെ ഇവിടുത്തെ ഈ കാലാവസ്ഥയുടെ അനുസരിച്ചിരിക്കും നമ്മുടെ ടൈം. മാവ് പൊങ്ങുന്ന സമയം. അതെ, മിനിമം ഒരു 2-2.5 മണിക്കൂർ വെക്കുന്നതാണ് എപ്പോഴും സേഫ്. പിന്നെ നമ്മളത് ബോൾ പിടിച്ച് എല്ലാം കൂടെ എടുത്തു വരുമ്പോൾ ടോട്ടൽ ഒരു 3-3.5-4 മണിക്കൂറത്തെ പ്രോസസ്സ് ഉണ്ട്. ഒരു പൊറോട്ട നല്ല ടേസ്റ്റായ പൊറോട്ട കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ട്. കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതെന്ത് ചെയ്യണം അറിയാം? ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കണം. ഓക്കെ, എന്നിട്ട് അതേപോലെ തിരിച്ചു വലിക്കണം. ഓക്കെ. ഉള്ളിലുള്ള സാധനം മിക്സ് ആകാനുണ്ട്. ഇങ്ങനെ വലിക്കണം ഈ സാധനം. ഓക്കെ ഓക്കെ. അതിനിടയ്ക്ക് അങ്ങനെ വരുന്നുണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പൊടി ഇട്ട് കൊടുത്ത്. ഓക്കെ. അതിന് ഞാൻ എന്ത് ചെയ്യും? ഇവിടെ കുറച്ച് പൊടി ഇട്ടേക്കാം. ഇവിടുന്ന് ഒരു കൈ കൊണ്ട് വാരി ഇങ്ങനെ പിടിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ വാരി ഇട്ടിട്ട് തിരിച്ചു വലിക്കുക. ഓക്കെ ഓക്കെ. അങ്ങനെ വരുന്നില്ലെങ്കിൽ പൊടി ഇട്ടിട്ട് തിരിച്ചു വലിക്കുക. ഓക്കെ. അങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ ഓക്കെ. ഉണ്ടാക്കാൻ കുറച്ച് കാലറി വേണം, കഴിക്കുമ്പോൾ കുറെ കാലറി കയറുകയും ചെയ്യും. ഈ ശരിക്കും പൊടി ഒട്ടിപ്പിടിക്കാതെ വെള്ളമയം ഫുള്ള് മാറി നമുക്ക് നല്ല സോഫ്റ്റ് ആയി. ഓക്കെ. പൊറോട്ട എപ്പോഴും സോഫ്റ്റ് ആകുന്നത് ഇതിന്റെ കുഴയില്ല. ഇത് നമ്മൾ ഈ കുഴയ്ക്കുന്ന ഇതുകൊണ്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് തന്നെ. ഏകദേശമൊക്കെ സംഭവം റെഡിയായിട്ടുണ്ട്. റെഡിയായിട്ടുണ്ടെന്നല്ല, റെഡിയായി വരുന്നു. കുഴയുടെ പരുവ് എന്ന് പറയുന്ന ഇതാണ് ഉണ്ട്. ഇതിന്റെ ആ പുറത്തെ ഒരു നല്ല സ്മൂത്ത്നെസ് പോലെ നമുക്ക് തോന്നും കാണുമ്പോൾ. ഇതുപോലെ ഇങ്ങനെ ഇരിക്കുകയില്ല, നല്ല സ്മൂത്ത്നെസ് ആയിട്ടിരിക്കുക സാധനം. നമ്മളൊന്ന് ഇതുണ്ട്, ആ ഒരു സ്മൂത്ത്നെസ് വരും. ഷൈനിങ് ഉണ്ടാവും പുറത്ത്. അതാണ് കുഴയുടെ ആ ഒരു പരുവം വരുന്നത് പൊറോട്ടയുടെ. നമുക്ക് ഇനി ഇപ്പം ഇത് അടിച്ചൊരു ബോള് പോലെ ആക്കണേ. ഇങ്ങനെ ഉരുട്ടി ഒരു പൊറോട്ട ബോൾ. ഇത് കണ്ട ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടിട്ട് തിരിച്ച് വലിക്കുമ്പോൾ ഇവിടുത്തെ ആ ഒരു ഷൈനിങ് ആണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് വീണ്ടും ഉരുട്ടല്ല, അടുത്ത സൈഡ് പിടിച്ചിട്ട് ആ ഒരു ഇതുണ്ട് ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഷൈനിങ് വരും. ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതിനെ സെറ്റാക്കി ഇങ്ങനെ വെക്കുക. അത് ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചോ. ഇങ്ങോട്ട് പിടി. ഓക്കെ ഓക്കെ. നമ്മുടെ ഈ കോർണറിലാണ് കളി ഇരിക്കുന്നത്. അതെ അല്ലേ? അതെ. ഇപ്പൊ ട്രിക്ക് പിടികിട്ടി. പിടിച്ചാൽ മതി. നടുക്കോട്ടാക്കി വെച്ചോ. നമ്മുടെ പൊറോട്ട ബോളിൽ നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു തേച്ച് പിടിപ്പിച്ചു. നല്ലപോലെ നമുക്ക് എണ്ണ, നമുക്കിതിന് ഏറ്റവും ബെസ്റ്റ് ഓയിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ എങ്ങനെ സാധാരണ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ആണ് മെയിൻ അല്ലേ? വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്. അതോ വെളിച്ചെണ്ണ വില കൂടിയതാണോ സൺഫ്ലവർ ഉപയോഗിക്കുന്നത്, അതോ വെളിച്ചെണ്ണയാണോ നല്ലത്? ഏറ്റവും ബെസ്റ്റ്
സാധാരണ ഹോട്ടലുകാർക്കൊന്നും ഈ വെളിച്ചെണ്ണ മുതലാവില്ല, എക്സ്പെൻസീവ്. അതുകൊണ്ടാണ് അവർ ഉപയോഗിക്കാറ്. കൂടുതലും സൺഫ്ലവർ ഓയിൽ അല്ലേ. നൈസ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയി പോകും. ആ ഒരു നമ്മള് പൊറോട്ട എപ്പോഴും നമ്മൾ കടയിൽ നിന്നാണല്ലോ കഴിച്ച, ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ സൺഫ്ലവർ ഓയിൽ തന്നെ. പിന്നെ ചിലർ ഡാൽഡ ഉപയോഗിക്കുന്നവരുണ്ട്, നമ്മളതൊന്നും ഉപയോഗിക്കാറില്ല. വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലേ. അതുപോലെ നമ്മൾ 1.5 കിലോ പൊടി എടുത്തതിൽ നമ്മൾ ഫുൾ ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് അത് വീശുന്ന തന്നെ അതിന്റെ അത് വീശിയിട്ട് അതിന്റെ പുറത്ത് ശകലം വിതറി കൊടുക്കും. നമുക്ക് പൊറോട്ട നല്ല ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുമുണ്ട്. ഓക്കെ. ഇനി നമ്മളിപ്പോ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്, ഇപ്പൊ എല്ലാം നല്ലോണം സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പോ നമുക്കൊരു വൈറ്റ് ക്ലോത്ത് വെച്ച് ഒരു 2-2.5 മണിക്കൂർ നമുക്കിത് മൂടി വെക്കാം. 2 മണിക്കൂർ മൂടി വെക്കാം. അപ്പൊ പൊറോട്ടയ്ക്കുള്ള മാവ് നമുക്ക് ബോളാക്കി വെക്കാം അല്ലേ. ഓക്കെ. ഇനി ബോളാക്കാൻ വേണ്ടി നമുക്ക് ഇതിന് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇത് കണ്ട, ഇതാണ് ഒരു നമ്മുടെ ആ ഒരു ഫിനിഷിങ് കണ്ട പുറത്ത് വരും. ഇതാണ് ഒരു ബോളിന്റെ സൈസ് എന്ന് പറയുന്നത്. അടുത്ത മാവ് നമ്മുടെ കയ്യിൽ മിച്ചം ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇങ്ങനെ അകത്തോട്ടാക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കി നമ്മുടെ ഒരു ഫിംഗർ കൊണ്ട് അകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ബോൾ പോലെ വരും. ഓക്കെ. അടുത്തത് കട്ട് ചെയ്ത് എടുക്കാം. നമ്മുടെ ഈ കൂട്ടി പിടിച്ച് തന്നെ കട്ടാക്കി പോകും അല്ലേ. അതാണ് നമ്മളൊരു ബോളിന്റെ സൈസ്. പ്രസ് ചെയ്യുമ്പോൾ കേറി വരും അല്ലേ. ഓക്കെ, നമ്മൾ ഉള്ളിലേക്ക് പ്രസ് ചെയ്തെത്താം അല്ലേ. അപ്പൊ ഈ ബോൾ പിടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ ഇച്ചിരി എണ്ണ പരട്ടിയിട്ട് ഇത് നമ്മള് ഓയിൽ, സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ, കുറച്ച് നെയ്യൂടെ മിക്സ് ചെയ്താണ്. ഈ കയ്യില് നെയ്യ് ഇങ്ങനെ പരട്ടുക, ബോൾ ഓരോന്നെടുക്കുക, ഉരുട്ടി സൈഡിലോട്ട് വെക്കുക. ഇപ്പൊ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ നെയ്യൂടെ മിക്സ് ചെയ്തതാണ്. എങ്ങനെ കണക്ക് എങ്ങനെ? അത് ജസ്റ്റ് അങ്ങനെ കണക്കൊന്നുമില്ല. കണക്കൊന്നുമില്ല. നമ്മൾ നെയ്യ് ചില ടേസ്റ്റിന് വേണ്ടി നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് നിൽക്കുന്നുണ്ട്. നമ്മുടെ പൊറോട്ടയ്ക്ക് ഇപ്പൊ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും നെയ്യ് ചേർക്കുന്നത്. ഓക്കെ. ഇപ്പോൾ 15 ബോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ നിന്നൊരു ബോളിൽ നിന്ന് 2 വീശി എടുത്തിട്ട് നമ്മൾ ഗീറിയിട്ട് 2ആയിട്ട് പരത്തിയെടുക്കും. ഇപ്പോൾ ഒരു ഏകദേശം 30 പൊറോട്ട അല്ലേ. 30 പൊറോട്ട നമുക്കൊരു മീഡിയം സൈസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 30 മിനിറ്റ് മതി അല്ലേ. മാവിന് മുമ്പ് ഇട്ട തുണി തന്നെയാണ് അത്. നമ്മൾ നനഞ്ഞ തുണിയാണ്, വെറ്റ് ക്ലോത്താണ്. അപ്പോൾ നമ്മുടെ പൊറോട്ട വീശാൻ പോവാണ്. നമുക്ക് ആ തുണി അങ്ങ് ആദ്യം എടുത്ത് തന്നത് മാറ്റി വെക്കാം. ഒരു ഇങ്ങനെ എടുത്ത് ഇടുക. കൈ കൊണ്ട് മാക്സിമം പരത്തുക. പരത്തി കാണിക്കണോ? ഒന്ന് പരത്തി കാണിച്ചു. എങ്ങനെയാണ്? ഇവിടം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്, ഉള്ളി ഭാഗം അല്ലേ. അതെ. അടുത്ത് ഇങ്ങനെ പിടിക്കുക. അകത്തോട്ട് ഇത് മടക്കുക, ഇതിങ്ങനെ മേലോട്ട് മടക്കുക. എന്നിട്ട് ഇങ്ങനെ വീശുക. ഇങ്ങനെ വീശണം. അതായത് അവിടെ അത് പിന്നെ പൊലിച്ച് വെക്കരുത്. അടുത്ത കൈ മാറ്റി പിടിച്ചോണം. ഓക്കെ. അടുത്ത കൈ മാറ്റി പിടിച്ചിട്ട് അതേപോലെ തന്നെ അവിടെ നമ്മൾ വീശെന്ന് പറഞ്ഞാൽ ഈ സാധനം വിരലുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് നീക്കി കൊടുക്കുന്ന അത് അങ്ങോട്ടങ്ങ് പൊക്കോളും. ഓക്കെ. ഈ പൊടി എടുത്ത് ഇങ്ങനെ ഇടുക. ഓക്കെ. ഇങ്ങനെ ഇട്ടിട്ട് എണ്ണയ്ക്കകത്തോട്ട് കൈ മുക്കുക. നേരെ സെൻറ്റർ വെച്ച് ഒരു കീറുക. എന്നിട്ട് റോൾ ചെയ്യുക. അടിയിൽ വെക്കുക അല്ലേ. പിന്നെ അഥവാ വീശി കിട്ടിയില്ലെങ്കിൽ ഇതേ ഉള്ളു വഴി. വീശി കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ വലിച്ച് നീട്ടുക. പിന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്താലേ നമുക്കിതൊന്നും ശരിയാവുള്ളൂ. ആദ്യമായിട്ട് പൊറോട്ട ഉണ്ടാക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഒരു വീശ് അത്ര പെട്ടെന്ന് വരുന്ന ഒരു പരിപാടിയല്ല. ചുറ്റ് അങ്ങനെ ചേർത്തങ്ങ് ചുറ്റണം. മുറുക്കി ചുറ്റിക്കും. ഇച്ചിരി കൂടുതലുണ്ട് മാവ്, മുറിച്ചോണേ. ഇത് മതിയാ.
ഇത് അടിയിലേക്ക് ഞെക്കി കയറ്റി വെക്കണം അല്ലേ? വെക്കാം. ഓക്കെ. ഈ ഒരു ലെയർ പോലത്തെ സെറ്റായല്ലോ. സെറ്റായല്ലേ? അപ്പോൾ അങ്ങനെ പൊറോട്ട വീശി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം കറക്റ്റായിട്ട് വന്ന് ബാക്കിയെല്ലാം പൊട്ടിപ്പോകും. ഇനി ഞാൻ പറഞ്ഞിട്ട് ഇതൊരു സ്കില്ലാണ്, ഇനി ചെയ്ത് അത് റെഡി ആവുള്ളൂ. പൊറോട്ട പരത്തിയിട്ടുണ്ട്. ഇന്നൊരു സൈഡ് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് പിന്നീട് നേരെ തിരിക്കുക. അതുപോലെ തിരിച്ചിട്ടിട്ട് വീണ്ടും കുറച്ചെണ്ണയും കൂടെ. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ പൊറോട്ട റെഡിയായി. ഇനി നമുക്ക് ബാക്കിയുള്ള പൊറോട്ടയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ലെയറൊക്കെ നല്ലോണം കാണാൻ പറ്റിയത് ഇതായിട്ട് വന്നേക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ പൊറോട്ട എല്ലാം റെഡിയായി. ഇനി നമുക്ക് ചില്ലി ചിക്കനും കൂട്ടി കഴിക്കാൻ തുടങ്ങാം. കളറ് കണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അതേ ആ ഒരു സ്റ്റൈലിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്.